Hi everyone, good morning. Today we discuss about income and expenditure account. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോക്കാം. An income and expenditure account is the detailed summary of every income and expense incurred by an organization in a specific financial year. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിനുള്ളിൽ ഒരു ഓർഗനൈസേഷനിലുണ്ടാകുന്ന ടോട്ടൽ ഇൻകത്തിൻ്റെയും അതേപോലെ എക്സ്പെൻസിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് സമ്മറിയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദീസ് അക്കൗണ്ട്സ് പ്രൈമർലി സെർവ്സ് ടു ഫൈൻഡ് ഔട്ട് ദ surplus or deficit balance of an organization, taking both current income and expenses into account. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? കറൻറ്റ് ഇയറിലെ ബാലൻസ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അതായത് പ്രീവിയസ് ഇയറിലതോ അതേപോലെ നെക്സ്റ്റ് ഇയറിലുള്ളതോ ആയ എമൗണ്ട് എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. പിന്നെ ഇതെന്താണ്, എന്തിനു വേണ്ടിയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ടു ഫൈൻഡ് ഔട്ട് ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ, അതായത് ഇൻകം ഓവർ എക്സ്പെൻസ് ആണോ എക്സ്പെൻസ് ഓവർ ഇൻകം ആണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫോർമാറ്റ് ഓഫ് എൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. അതായത് ഏതൊരു അക്കൗണ്ടിനെയും പോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന് എന്താണ്, ഒരു ഡെബിറ്റ് സൈഡും അതേപോലെ ഒരു ക്രെഡിറ്റ് സൈഡുമാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡ് ഷോസ് എക്സ്പെൻസ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഷോസ് ഇൻകം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസും, അതായത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്നല്ലേ, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസും ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആണ് ഉള്ളത്. പിന്നെ എന്താണ്, നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫോർമാറ്റാണ്. ഇനി ഇതിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻസ്, ക്രെഡിറ്റ് സൈഡ് ഇൻകാണ്. എക്സ്പെൻസ് എമൗണ്ട്, ഇൻകം എമൗണ്ട് ആണ്. അപ്പോൾ എക്സ്പെൻസിൽ വരുന്ന ഐറ്റംസ് ടു ഓൾ റവന്യൂ പേയ്മെൻറ്റ്സ്, അതായത് റവന്യൂ പേയ്മെൻറ്റ്സ് ആണ്. അത് ഏത് മാത്രമാണ്? കറൻറ്റ് ഇയറിലുള്ളത് മാത്രമാണ്. അത് പെയ്ഡ് ഓർ നോട്ട്, വെദർ പെയ്ഡ് ഓർ നോട്ട്. അപ്പോൾ പേ ചെയ്താലും ഇല്ലെങ്കിലും കറൻറ്റ് ഇയറിലുള്ള എക്സ്പെൻസ് ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലത് കാണിക്കണം. പിന്നെ ഡിപ്രീസിയേഷൻ, അതേപോലെ ബാഡ് ഡെറ്റ്സ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, പിന്നെ കൺസ്യൂംഡ് പാർട്ട് ഓഫ് മെഡിസിൻ, സ്റ്റേഷനറി, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് എക്സെട്ര. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഓൾ റവന്യൂ റിസീപ്റ്റ്സ് ആണ്. അതേപോലെ കറൻറ്റ് ഇയർ ഉള്ളതാണ്. വെദർ റിസീവ്ഡ് ഓർ നോട്ട്, റിസീവ്ഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കും. പിന്നെന്താ വരുന്നത്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. പിന്നെന്താണ്, ബാലൻസ് ആണ്. ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. അതായത് ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവുമാണെങ്കിൽ എന്താണ്, സർപ്ലസ് ആണ്. അപ്പം നമുക്ക് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വരും. ഇനി എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവുമാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ഉണ്ടാകുക. അപ്പോൾ എന്താണ്, ഡെഫിസിറ്റ് ആണ്. അപ്പോൾ ഇതിൽ റവന്യൂ പേയ്മെൻറ്റ്സ്, റവന്യൂ റിസീപ്റ്റ്സ് എന്നേ പറയുന്നുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എക്സ്പെൻസ് നോക്കാം. ഫസ്റ്റ് കൺസ്യൂമബിൾ മെറ്റീരിയൽസ്, ഹൊണേറിയം, സാലറി ആൻഡ് വേജസ്, റിപ്പയേഴ്സ്, expenses paid on specific show, any cultural events, entertainment expense, printing and stationery, newspapers and periodicals, postage, upkeep of loans, rent, municipal taxes, insurance, loss on sale of fixed assets, depreciation on fixed assets, audit fees, miscellaneous expense. പിന്നെ എന്താണ്, ബാലൻസ് കിട്ടുന്നതാണ് സർപ്ലസ്. അതായത് ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണെങ്കിൽ എന്താണ്, സർപ്ലസ് ആയിരിക്കും. അപ്പോഴാണ് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ഉണ്ടാകുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇൻകം സൈഡ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻസ്, ഗ്രാൻറ്റ്സ് റിസീവ്ഡ് ഫോർ ജനറൽ പർപ്പസ്, എൻട്രൻസ് ഫീസ് ടു ദ എക്സ്റ്റെൻറ്റ് നോട്ട് ക്യാപിറ്റലൈസ്ഡ്, അതേപോലെ ജനറൽ ഡൊണേഷൻസ്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്, ഡിവിഡൻസ്, collection for specific show, any cultural events, profit on sale of fixed assets, lockers rent, cloakroom rent received, hall rent received,
റിസീറ്റ്സ് ഫ്രം സെയിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ്, മിസ്ലേനിയസ് ഇൻകം. പിന്നെ എന്താണ്? ബാലൻസ് ആണ് ഡെഫിസിറ്റ്, അതായത് എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. അതായത് എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻകം കുറവുമാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുക, അതെന്തായിരിക്കും? ഡെഫിസിറ്റ്. ഓക്കെ. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ്? ഫസ്റ്റ് വൺ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രസൻറ്റഡ് ബൈ നോൺ ട്രേഡിംഗ് എൻറ്റിറ്റീസ് ആർ മച്ച് ലൈക്ക് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രസൻറ്റഡ് ബൈ ട്രേഡിംഗ് എൻറ്റിറ്റീസ്. അതായത് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ സ്ട്രൈറ്റ്ലി ഫോളോയിങ് ദ ഫണ്ടമെൻറ്റൽസ് ഓഫ് ദ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഓർ അക്കൗണ്ടിങ്. അപ്പോൾ ഇതെന്താണ്? സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഓർ ബുക്ക് കീപ്പിംഗ്. ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. തേർഡ് വൺ, it is always prepared during the end of the period which normally comprises of 1 year. അതായത് സാധാരണ ഫൈനൽ അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ എന്താണ്? അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ്, it decides the surplus or deficit of income over expense on the non-trading entities for the particular year. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു വർഷം ഈ ഓർഗനൈസേഷനിൽ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഫ്രം ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് മൂവ്ഡ് ടു ദ ക്യാപിറ്റൽ ഫണ്ട് അക്കൗണ്ട്. അതായത് സർപ്ലസ് ആണെങ്കിലും ഡെഫിസിറ്റ് ആണെങ്കിലും അത് എവിടത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ക്യാപിറ്റൽ ഫണ്ട് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് ഓൺലി റവന്യൂ നേച്ചർ ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദിസ് അക്കൗണ്ട്. എനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ക്യാപിറ്റൽ നേച്ചർ ആർ നോട്ട് കോംപ്രിഹെൻഡഡ്. അതായത് ഇതിൽ എന്ത് മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ? ഇൻകം, അതേപോലെ എക്സ്പെൻസ് ആണെങ്കിലും ഇൻകം ആണെങ്കിലും റവന്യൂ നേച്ചർ മീൻസ് റെക്കറിങ് നേച്ചറാണ്. അപ്പോൾ റവന്യൂ നേച്ചർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പരിഗണിക്കുന്നുള്ളൂ. ക്യാപിറ്റൽ നേച്ചർ ആണെങ്കിൽ, അതായത് ക്യാപിറ്റൽ എക്സ്പെൻസ് ആണെങ്കിലും ക്യാപിറ്റൽ ഇൻകം ആണെങ്കിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ അക്കൗണ്ടൻസ് ചൂസൺ ബൈ ദ എൻ്റർപ്രൈസസ് മാനേജ്മെൻറ്റ് ആൻഡ് ഈസ് ഓഡിറ്റഡ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു അക്കൗണ്ടൻ്റ് ആണ്. അതാരാണ്? മാനേജ്മെൻറ്റ് നിയമിക്കുന്ന ആൾ, അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ ഇത് ഓഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. നെക്സ്റ്റ്, it does not begin with the opening balance and it follows back the income received and expenditure incurred by the non-trading entities during the financial year. അതായത് സാധാരണഗതിയിൽ ഒരു റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തന്നതിന് ശേഷം അതിൽ നിന്നാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതേപോലെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് കാണിക്കും. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്തില്ല? അങ്ങനെ ഒരു ഓപ്പണിംഗ് ബാലൻസ് ചെയ്യുന്നതേ ഇല്ല. പിന്നെ നെക്സ്റ്റ് വൺ, the accumulated or accrual concept of accounting is rigidly pursued when it is prepared. അതായത് accrual concept of accounting, അതായത് ഇതിൽ എന്ത് കാണിക്കുന്നുണ്ട്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണെങ്കിലും പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് പരിഗണിക്കുന്നുണ്ട്. കറൻറ്റ് ഇയറിലെ എമൗണ്ടിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിലും പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെങ്കിലും ഏത് രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിലും അത് ഫോളോ ചെയ്തുകൊണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ്, നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോക്കാം. അതായത് ഒരു റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തന്നതിന് ശേഷം അതുപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, നെക്സ്റ്റ് കോളം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. അപ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് ദ സമ്മറി ഓഫ് ദ ക്യാഷ് ബുക്ക്. അതായത് റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ജസ്റ്റ് ദ സമ്മറി ഓഫ് ദ ക്യാഷ് ബുക്ക്.
അതായത് ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറി മാത്രമാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിലോ ഇറ്റ് ഷോസ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ആസ് സർപ്ലസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ആസ് ഡെഫിസിറ്റ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. അതായത് ഇൻകം ആണോ കൂടുതൽ എക്സ്പെൻസ് ആണോ കൂടുതൽ എന്നത് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, as it records both revenue and capital nature transactions, balance sheet is not necessarily prepared along with it. അതായത് റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്താണ്? ക്യാപിറ്റൽ നേച്ചറും അതേപോലെ റവന്യൂ നേച്ചറും, ക്യാപിറ്റൽ റിസീറ്റ്സ്, ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ്, റവന്യൂ റിസീറ്റ്സ്, റവന്യൂ പേയ്മെൻറ്റ്സ്, ഇത് എവിടെ കാണിക്കുന്നുണ്ട്? റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ. അതേപോലെ ഇതിനെന്ത് ആവശ്യമില്ല? ബാലൻസ് ഷീറ്റ് ഈസ് നോട്ട് നെസസറിലി പ്രിപ്പയർഡ്. ഇതിൻ്റെ കൂടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിലോ ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ട്രാൻസാക്ഷൻസ് ഓഫ് റവന്യൂ നേച്ചർ. എന്ത് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ? റവന്യൂ നേച്ചർ മാത്രമേ, റവന്യൂ അതായത് റവന്യൂ എക്സ്പെൻസും റവന്യൂ പേയ്മെൻറ്റ്സും മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നുള്ളൂ. സോ ഇൻ ഓർഡർ ടു ഷോ ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻസ് പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ഈസ് മസ്റ്റ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ നേച്ചർ ട്രാൻസാക്ഷൻസ് കാണിക്കാൻ വേണ്ടി ബാലൻസ് ഷീറ്റ് മസ്റ്റാണ്. നിർബന്ധമായും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, it records all receipts and payments made during the year whether they relate to the current year, previous or next year. അതായത് റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് കറൻറ്റ് ഇയറിലാണെങ്കിലും പ്രീവിയസ് ഇയറിലാണെങ്കിലും നെക്സ്റ്റ് ഇയറിലാണെങ്കിലും എല്ലാ റിസീറ്റ്സും പേയ്മെൻറ്റ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിലോ ഇറ്റ് റെക്കോർഡ്സ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ കറൻറ്റ് ഇയർ ഓൺലി. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കറൻറ്റ് ഇയറിലുള്ള ഇൻകവും അതേപോലെ എക്സ്പെൻസും മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്. അതായത് റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിലോ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഓപ്പണിംഗ് ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് അങ്ങനെ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് ക്ലോസിംഗ് ബാലൻസ് ഷോ ദ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ. അതായത് റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഒന്നുകിൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് അറ്റ് ബാങ്കോ ആയിരിക്കും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇറ്റ്സ് ക്ലോസിംഗ് ബാലൻസ് ഈസ് സർപ്ലസ് ഇഫ് ഇൻകം എക്സീഡ്സ് എക്സ്പെൻഡിച്ചർ. അതായത് ഒന്നുകിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ഇഫ് ഇൻകം എക്സീഡ്സ് എക്സ്പെൻഡിച്ചർ, എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ ഇൻകം ആണെങ്കിൽ സർപ്ലസ് ആയിരിക്കും. പിന്നെയോ ആൻഡ് ഡെഫിസിറ്റ് ഇഫ് എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് ഇൻകം. എന്താണ്? ഇൻകത്തിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ആണെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഒന്നുകിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ. നെക്സ്റ്റ് വൺ, ഡെബിറ്റ് സൈഡ് റെക്കോർഡ്സ് റിസീറ്റ്സ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് പേയ്മെൻറ്റ്സ്. അതായത് റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് റിസീറ്റ്സും ക്രെഡിറ്റ് സൈഡ് പേയ്മെൻറ്റ്സും ആണ്. അതായത് ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ എന്നല്ലേ, അതുകൊണ്ട് ഡെബിറ്റ് സൈഡ് റിസീറ്റ്സും ക്രെഡിറ്റ് സൈഡ് പേയ്മെൻറ്റ്സും ആണ് റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിലോ ഡെബിറ്റ് സൈഡ് റെക്കോർഡ്സ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ്സ് റവന്യൂ ഇൻകം. ഡെബിറ്റ് സൈഡിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, ക്രെഡിറ്റ് സൈഡിൽ റവന്യൂ ഇൻകം ആണ്. അതായത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, അതേപോലെ ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡ് ഇൻകം ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. അതായത് റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ്. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടോ ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണ്. നെക്സ്റ്റ് വൺ, as it prepared on the cash basis of accounting, no adjustments are done of outstanding prepaid, accrued and advanced nature. അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസോ അങ്ങനെ ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണെങ്കിലോ ഈ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും, അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെങ്കിലും അതേപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണെങ്കിലും എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ,
It records both receipts and payments of capital and revenue nature. Receipts and payments അക്കൗണ്ടിൽ ക്യാപിറ്റൽ ഐറ്റംസും അതേപോലെ റവന്യൂ ഐറ്റംസും കൺസിഡർ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്തില്ല? ഈ ക്യാപിറ്റൽ ഐറ്റംസും റവന്യൂ ഐറ്റംസും രണ്ടും പരിഗണിക്കുന്നില്ല. എന്ത് മാത്രമേ ഉള്ളൂ? ഓൺലി റവന്യൂ ഐറ്റംസ്, റവന്യൂ റിസീറ്റ്സും റവന്യൂ പേയ്മെൻറ്റ്സും മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, താങ്ക്സ്. ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഓക്കെ.